പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആഴിമലയിലാണ്. ആഴിമലയിൽ പ്രതിഷ്ഠ വാർഷികമാണ്. അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിരിക്കും ഇനി ഈ വീഡിയോയിലുള്ളത്. അടുത്തതായി ഡോക്ടർ വാർത്താനന്ദ സാറിനെ അനുമോദിക്കാനായി ക്ഷേത്ര പ്രസിഡന്റെയും ക്ഷേത്ര ജനറൽ സെക്രട്ടറിയും അനന്തപുരി ഹോസ്പിറ്റലിന്റെ MD ഡോക്ടർ വാർത്താനന്ദ സാറിനെ അനുമോദിക്കുന്നതിന് ക്ഷേത്ര പ്രസിഡന്റെയും ജനറൽ സെക്രട്ടറിയും ആദരവും ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മൊമെന്റ് നൽകുന്നതിനായി ക്ഷേത്ര പ്രസിഡന്റിനെ സ്വീകരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്ത വിശ്വത്തെ പരിഷത്തിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീമാൻ ബൽസൻ തില്ലങ്കരി സാറിന് ഇവിടെ വരാൻ കഴിഞ്ഞതിന് ഇവിടെ വരുന്നതിന് ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ബൽസൻ തില്ലങ്കരി സാറിനെ ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിനുള്ള സ്വാഗതം ആശംസിച്ചു. അടുത്തതായി On my phone you want to take photo? And send it. I'll send on your phone. I'll take photo. And you give me the phone. Yes. And then I WhatsApp you. I charge 100 rupees per photo. Kidding. My phone. I take. But I will not send my photo. Okay, sir. ഇപ്പോൾ ആഗോള സിദ്ധിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഈ ആഴിമല ക്ഷേത്രത്തിന്റെ പ്രസിഡന്റിനെ ആദരണീയനായി അധ്യക്ഷ വളരെയധികം പ്രസിദ്ധമായ ഒരു അർത്ഥവാക്യമാണ്. ശിവനെ ഭജിച്ച് ശിവനായി തീരുക എന്നുള്ളത് നമ്മുടെ ത്രിമൂർത്തി സങ്കല്പത്തിൽ സൃഷ്ടിയുണ്ട്, സ്ഥിതിയുണ്ട്, ലയമുണ്ട്. ആ ലയത്തിന്റെ നാഥനാണ്, സംഹാരമൂർത്തിയാണ് സാക്ഷാൽ ശിവഭഗവാൻ. അവിടെ അതുപോലെ തന്നെ പ്രപഞ്ചവും എന്ന് പറയുന്നത്, ദൈവവും മനുഷ്യനും എന്ന് പറയുന്നത് രണ്ടല്ല ഒന്നാണ് എന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറയാൻ കടലിനെയാണ് ഉദാഹരിക്കുന്നത്. തിരമാല വേറെയല്ല, കടലിന്റെ ഭാഗം തന്നെയാണ്. ദൈവം എന്ന് പറയുന്നത് വേറെയല്ല, മനുഷ്യൻ തന്നെയാണ്. അതാണ് തത്വമസി പറയുന്നത്. ഈ മഹത്തായ ദർശനത്തെ കുറിച്ച് പറയുകയാണ്. ഈ ക്ഷേത്രം ഇന്ന് വിശ്വവിശ്രുതമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ വരികയാണ്. നാളെ ഇത് അതനുഷ്ഠിച്ചാൽ വ്യക്തി എന്നുള്ള നിലക്കും, സമൂഹം എന്നുള്ള നിലക്കും, കുടുംബം എന്നുള്ള നിലക്കും നമുക്ക് ശാന്തിയും സമാധാനവും ഭദ്രതയും ഐക്യവും സ്നേഹവും ഒരുമയുമെല്ലാം ഉണ്ടാവും. നമ്മുടെ ഈ മഹത്തായ ക്ഷേത്രത്തിലെ ഉത്സവം അത് ഭംഗിയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പുറത്തെ കടലുണ്ട്, ഇരമ്പി മറിയുകയാണ്. നമ്മുടെ വേദതത്വങ്ങളുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ആഴിയും തിരയും കാറ്റും ദേവാസുരന്മാർ ചേർന്ന് നടത്തിയ ആ ഒരു കർമ്മത്തിനൊടുവിൽ പലതും പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു. വിശിഷ്ടമായ പലതും വന്നപ്പോ പലരും അതെടുത്തുകൊണ്ട് പോയി. ഏറ്റവും അവസാനം അമൃതം വരുന്നതിന് മുമ്പ് കാളകൂട വിഷമാണ് ഉയർന്നു വന്നത്. ആ കാളകൂട വിഷത്തിന്റെ ഉഗ്രതയോർത്ത് ആരും അത് സ്വീകരിച്ചില്ല. ആ സമയത്ത് ഭഗവാനാണ് ലോകരക്ഷണാർത്ഥം, മംഗളാർത്ഥം ആ കാളകൂട വിഷം സ്വന്തം കൈക്കുടന്തയിൽ ഏറ്റുവാങ്ങുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് ഏറ്റുവാങ്ങിയത്. അവർക്കെല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് കാളകൂടം താൻ സ്വയം ഏറ്റുവാങ്ങിയത്. അത് ഭുജിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പാർവതി ദേവി കണ്ടത്തിൽ തൊട്ടതും വിഷ്ണു ഭഗവാൻ വദനത്തിൽ സ്പർശിച്ചതുമെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഭഗവാൻ ആ ത്യാഗത്തിന്റെ മൂർത്തിമത് ഭാവമായി നീലകണ്ഠനായി മാറിയെന്നും ശിവരാത്രിയുടെ ഐതിഹ്യത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്.
തത്വം കഥ വിട്ടാൽ തത്വം വളരെ പ്രസക്തമാണ്. അത് ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി സ്വയം കഷ്ടപ്പാട് സഹിക്കാനുള്ള സന്നദ്ധതയാണ്, വിഷമങ്ങൾ ഏറ്റെടുക്കാനുള്ള ആ ഒരു സന്നദ്ധതയാണ്, വിഷം കുടിച്ചും അമരത നേടാൻ വേണ്ടിയിട്ടുള്ള സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായാണ് ഭഗവാൻ അവിടെ ഉയർന്നു നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് ശിവകുടുംബത്തിന്റെ മഹത്തായ സങ്കല്പം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സങ്കല്പമാണ് ഭഗവാൻ നമ്മളോട് കാണിച്ചത്. ഗണപതിയും സുബ്രഹ്മണ്യനും ജീവൻ തുടിച്ചു നിൽക്കുന്ന ഈ മഹത്തായ ശില്പം അണിയറയിൽ ഒരുങ്ങി വരുന്ന ഒരു സപ്താത്ഭുതം പോലെ, ഗജുരാഹ പോലെ നമ്മുടെ ലോകത്തെ നാളെ ഈ പ്രദേശത്തേക്ക് വലിച്ചടുപ്പിക്കുന്ന ഇന്ദ്രജാലികമായ ഒരത്ഭുതതയുടെ അണിയറയിൽ ഒരുങ്ങി വരുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്കകം ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക്, നാട്ടുകാർക്കായി തുറന്നു കൊടുക്കുന്ന മഹത്തായ ആ അത്ഭുതം, അത് ഈ നാടിനെ വിശ്വവിശ്രുതമാക്കുമെന്ന കാര്യത്തിൽ, ഈ ക്ഷേത്രത്തെ ലോകപ്രസിദ്ധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ ട്രസ്റ്റ്, ഇതിന്റെ അധ്യക്ഷൻ, ഇതിന്റെ സെക്രട്ടറി, അവരൊക്കെ വളരെ ആത്മാർത്ഥമായി ഇതിനെ ഉയർത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സമർപ്പിച്ചുകൊണ്ട്, എല്ലാം ത്യജിച്ചുകൊണ്ട്. കൈലാസത്തിൽ സാക്ഷാൽ പരമശിവനുണ്ട്. കൈലാസം മുതൽ കന്യാകുമാരി വരെ എന്നൊക്കെയുള്ള പറയുമ്പോൾ ദേവി ഒരു വർണ്ണമാല്യവുമായി ശിവന്റെ കഴുത്തിലിടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്നും ദേവൻ അവിടെ നിന്ന് കഴുത്തിങ്ങനെ നീണ്ടു നിൽക്കുകയാണെന്നും അങ്ങനെ ആ നിൽപ്പങ്ങനെ തുടരുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാരതത്തെ കന്യാകുമാരി മുതൽ കൈലാസം വരെ അഖണ്ഡമായി നിലനിർത്തുന്ന ഏറ്റവും ഉജ്ജ്വലമായ സങ്കല്പങ്ങളിൽ ഒന്നാണ് അത്. അതേപോലെ കേരളത്തെ കുറിച്ചുള്ള മനോഹരമായ സങ്കല്പത്തിലും ദേവനുണ്ട്. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്കു നീളെ അന്യോന്യം അപ്പാശിവർ നോട്ടമിട്ട കണ്ണേറ്റമേറ്റുള്ളൊരു നല്ല രാജ്യം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു നല്ല രാജ്യമാണ് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ അവിടെ ശിവൻ ഗോകർണത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാണ് ദേവി അങ്ങോട്ടേക്ക് ട്രസ്റ്റ് അംഗങ്ങൾ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ആദരണീയനായ ഡോക്ടർ ശശിഭൂഷൺ സാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഭക്തജനങ്ങളെ നമസ്കാരം. വളരെ പ്രസിദ്ധമായ ആഴിമല ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഇന്നത്തെ ദിവസം ഈ ഉത്സവത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നതിനുള്ള എളുപ്പമായ പ്രാർത്ഥനകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. നേരത്തെ 2-3 തവണ ഇവിടെ വരാനും ദർശനം നടത്താനും അനൽപമായ ഇവിടുത്തെ ശാന്തിയും ഗാംഭീര്യവും എല്ലാം ഉൾക്കൊള്ളാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. ഉത്സവ
ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത് ഒരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബായ്.